Good morning, student. Adutha university question idana. Find the mass and center of gravity of the lamina in the first quadrant bounded by the circle x square plus y square is equal to 1 and the coordinate planes with the density function xy. The December 2020 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KT ചോദിച്ചതാണ്. ഇവിടെ നമുക്ക് മാസ് കണ്ടുപിടിക്കണം, സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് മാസ് കണ്ടുപിടിക്കാം. മാസ് കാണാനുള്ള ഫോർമുല എന്താണ്? മാസ് ഡബിൾ ഇന്റഗ്രൽ ഡെൻസിറ്റി ഫംഗ്ഷൻ, അത് ഞാൻ ഡെൽറ്റ എക്സ് വൈ എന്ന് പറയുന്നത് ഡി. ഡെൽറ്റ എക്സ് വൈ നമുക്ക് ഡെൻസിറ്റി ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എക്സ് വൈ തന്നിട്ടുണ്ട്. നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഡബിൾ ഇന്റഗ്രൽ എക്സ് വൈ ഡി എ എന്നുള്ളത് ഡി വൈ ഡി എക്സ് എന്ന് എഴുതാം, ഡി എക്സ് ഡി വൈ എന്ന് എഴുതാം. ഞാനിവിടെ ഡി വൈ ഡി എക്സ് എന്ന് എഴുതുന്നു. ഇനി നമുക്ക് എക്സിന്റെ വൈയുടെ ലിമിറ്റുകൾ വേണം. ലിമിറ്റ് കിട്ടാനായിട്ട് നമ്മൾ എക്സ് ആക്സിസ് വൈ ആക്സിസ് എക്സ് എക്സ് ഡാഷ് വൈ വൈ ഡാഷ് നമ്മൾ സർക്കിൾ വരച്ചു. ഇതാണ് സർക്കിൾ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന സർക്കിൾ വരച്ചു. ഇതിന്റെ സെന്റർ 0 0 ആണ്, റേഡിയസ് 1 ആണ്. ഇതാണ് ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഫസ്റ്റ് ക്വാഡ്രന്റ് ഇതാണ് നമ്മുടെ റീജിയൻ. നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നമ്മള് വൈഡ് ലിമിറ്റ് കിട്ടണമെങ്കിൽ ഡി വൈ ഡി എക്സ് ആകുമ്പോൾ നമ്മൾ സ്ട്രിപ്പ് വരയ്ക്കണം. ആ സ്ട്രിപ്പ് വരയ്ക്കേണ്ടത് എങ്ങനെയാണ്? പാരലൽ ടു വൈ ആക്സിസ്. വൈ ആക്സിന് പാരലായിട്ട് നമ്മൾ സ്ട്രിപ്പ് വരയ്ക്കുന്നു. ആ സ്ട്രിപ്പ് താഴെ ടച്ച് ചെയ്യുന്നത് എക്സ് ആക്സിലാണ്. അപ്പോൾ വൈഡ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വൈഡ് ലോവർ ലിമിറ്റ് എക്സ് ആക്സിസ് 0 ആണ്. അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. y is equal to plus or minus root of 1 minus x square ആണ്. നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് ആയതിന്റെ പേരിൽ ഇവിടെ നമുക്ക് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ വൈഡ് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കിട്ടി. ഇനി നമുക്ക് എക്സിന്റെ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് കിട്ടണം. എക്സ് വേരീസ് ഫ്രം 0 to 1. ഈ ആക്സിന്റെ എക്സ് വേരീസ് ഫ്രം 0 to 1. അപ്പോൾ എക്സിന്റെ ലോവർ ലിമിറ്റ് കിട്ടി 0, അപ്പർ ലിമിറ്റ് 1. ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ആദ്യം y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 0 to 1 എക്സ് വൈ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x y square by 2. Lower limit 0, upper limit root of 1 minus x square dx. ഇനി 1/2 നമ്മൾ പുറത്തേക്ക് എടുത്തു. 1/2 ഇന്റഗ്രൽ 0 to 1 ലിമിറ്റ് കൊടുക്കുക. y-ക്ക് നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ റൂട്ട് ഓഫ് 1 minus x square കൊടുത്തു കഴിയുമ്പോൾ x into 1 minus x square റൂട്ട് പോകും. ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, dx. This is equal to 1/2 into ഇന്റഗ്രൽ 0 to 1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ x minus x cube dx. ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. 1/2 into x square by 2 minus x raised to 4 by 4. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 1. 1/2 into 1 കൊടുക്കുമ്പോൾ 1/2 minus 1/4. ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 1/2 into 1/2 minus 1/4 1/4 ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 1/8. അപ്പോൾ മാസ് എത്രയാണ് കിട്ടുന്നത്? മാസ് is equal to 1/8. മാസ് is equal to 1/8. അപ്പൊ മാസ് കിട്ടാനായിട്ട് നമ്മൾ ഈ ഫോർമുല ഓർത്തിരിക്കുക. ഡബിൾ ഇന്റഗ്രൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഇൻടു ഡി എ. ഈ ഡി എ എന്നുള്ളത് ഡി വൈ ഡി എക്സ് എടുക്കാം, ഡി എക്സ് ഡി വൈ എടുക്കാം. ഞാനിവിടെ എടുത്തത് ഡി വൈ ഡി എക്സ് എന്നാണ്. അങ്ങനെ പടത്തിൽ നിന്ന് നമുക്ക് വൈയുടെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കിട്ടി. ഇവിടെ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നുണ്ട്, സർക്കിൾ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. എക്സിന്റെ ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 1. ഇനി നമുക്ക് അടുത്തായിട്ട് ഇത് കണ്ടുപിടിക്കേണ്ടത് സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അടുത്ത സെന്റർ ഓഫ് ഗ്രാവിറ്റി. Next you have to find out center of gravity. സെന്റർ ഓഫ് ഗ്രാവിറ്റി കാണാനായിട്ട് ഉള്ള ഫോർമുല എന്താണ്? സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എക്സ് ബാർ വൈ ബാർ. എക്സ് ബാർ വൈ ബാർ ആണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. അത് കാണാനുള്ള ഫോർമുല ഡബിൾ ഇന്റഗ്രൽ ആർ ഡെൽറ്റ എക്സ് വൈ x into delta xy dA divided by mass. അതുപോലെ തന്നെ ഡബിൾ ഇന്റഗ്രൽ ആർ എക്സ് വൈ ഇൻറ്റു ഡെൽറ്റ എക്സ് വൈ ഡി എ ബൈ ഇതാണ് മാസ്. നമുക്ക് കിട്ടിയിട്ടുണ്ട് മാസ് 1/8 കിട്ടി. ഇതാണ് നമ്മുടെ ഫോർമുല. സെന്റർ ഓഫ് ഗ്രാവിറ്റി കാണാനുള്ള ഫോർമുല ഡബിൾ ഇന്റഗ്രൽ ആർ എക്സ് ഡെൽറ്റ എക്സ് വൈ ഡി എ ഡിവൈഡ് ബൈ എം ഡബിൾ ഇന്റഗ്രൽ ആർ വൈ ഡെൽറ്റ എക്സ് വൈ ഡി എ ബൈ എം. അപ്പൊ എക്സ് ബാർ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ഇന്റഗ്രൽ ആർ എക്സ് ഡെൽറ്റ എക്സ് വൈ ഡി എ കണ്ടുപിടിക്കണം. അതായത് ഡബിൾ ഇന്റഗ്രൽ എക്സ് ഇൻറ്റു
ഡെൽറ്റ എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് വൈ ആണ്. ഡി എന്ന് പറഞ്ഞാൽ ഡി വൈ ഡി എക്സ് എടുക്കുന്നു. വൈയുടെ ലിമിറ്റ് നമുക്കറിയാം 0 to √1 - x² ആണ്. പഴയ ലിമിറ്റ് തന്നെ. എക്സിന്റെ ലിമിറ്റ് 0 to 1 ആണ്. നമുക്ക് ആദ്യം y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഇന്റഗ്രൽ 0 to 1 y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x² * y²/2. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് √1 - x² dx. That is 1/2 പുറത്തേക്ക് ഇട്ടു. 0 to 1 x² ഈ y-ക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? 1 - x² കൊടുക്കുക. അപ്പൊ 1 - x² √1 - x² കൊടുക്കുമ്പോൾ 1 - x² ആവുന്നത് 1 - x². ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇത് that is equal to 1/2 integral 0 to 1 x² - x⁴. That is 1/2 x² integrate ചെയ്യുമ്പോൾ x³/3 - x⁵5/5. Lower limit 0, upper limit 1. That is 1/2 1/3 - 1/5. That is 1/2 5 - 3/15. 5 - 3 2 ക്യാൻസൽ ആവും. 1/15. അപ്പൊ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടിയത് എത്രയാണ്? ഡബിൾ ഇന്റഗ്രൽ r x ഡെൽറ്റ എക്സ് വൈ ഡി എ എന്നുള്ളത് കിട്ടിയത് എത്രയാണ്? 1/15 കിട്ടും. 1/15. അപ്പൊ ആദ്യത്തെ വാല്യൂ എക്സ് ബാറിന്റെ വാല്യൂ നമുക്ക് കിട്ടാനായിട്ട് ഡബിൾ ഇന്റഗ്രൽ r x ഡെൽറ്റ എക്സ് വൈ ഡി എ കിട്ടിയിരിക്കുന്നത് 1/15 ആണ്. അത് നമ്മൾ ഇവിടെ എഴുതി വെക്കാം. ഡബിൾ ഇന്റഗ്രൽ r എക്സ് ഡെൽറ്റ എക്സ് വൈ ഡി എ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് 1/15 ആണ്. മാസ് കിട്ടിയത് എത്രയാണ്? 1/8 ആണ്. ഇത് നമുക്ക് രണ്ടാമത്തെ വാല്യൂ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഡബിൾ ഇന്റഗ്രൽ y ഡെൽറ്റ എക്സ് വൈ into d എന്ന് പറഞ്ഞാൽ dy dx. That is double integral y യുടെ ലിമിറ്റ് എത്രയാണ്? 0 to √1 - x². x ന്റെ ലിമിറ്റ് 0 to 1 തന്നെ. ഇവിടെ y² ആണ് വരുന്നത്. അപ്പൊ x into y² ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y³/3. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് √1 - x². then dx. 1/3 നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പൊ ഇന്റഗ്രൽ 0 to 1 നമുക്കിവിടെ ലിമിറ്റ് കൊടുക്കണം. ഇവിടെ y x y എന്നായിരുന്നു. അപ്പൊ x into y² ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y³/3 വരും. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് √1 - x² dx. ഇത് നമ്മൾ 1/3 പുറത്തേക്ക് എടുത്തതിന്റെ x into y-ക്ക് പകരം √1 - x². 1 - x² whole raised to 1/2 ആണ്. അപ്പോ 1 - x² whole raised to 3/2 dx. അപ്പൊ നമുക്ക് 1/3 ഇന്റഗ്രൽ 0 to 1 x into 1 - x² whole raised to 3/2 dx വരും. ഇനി ഇതിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കാം. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുമ്പോൾ 1 - x² എന്നുള്ളത് u എന്ന് എടുക്കാം. -2x dx എന്നുള്ളത് du ആവും. അപ്പൊ x dx എന്ന് പറയുന്നത് എന്തായിരിക്കും? du/-2. അപ്പൊ ഇവിടെ നമുക്ക് 1/3 ഇന്റഗ്രൽ x dx ന് പകരം du/-2 എന്ന് കൊടുക്കുന്നു. 1 - x² എന്ന് പറയുന്നത് കൊടുക്കുന്നു u കൊടുക്കുക. u raised to 3. അപ്പൊ നമ്മൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അപ്ലൈ ചെയ്തത്. അപ്പൊ എക്സിൽ നിന്ന് നമ്മൾ യുലോട്ട് കൺവെർട്ട് ചെയ്തു. യുലോട്ട് കൺവെർട്ട് ചെയ്യാനായിട്ട് 1 - x² u എന്ന് കൊടുത്തു. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -2x dx du എന്ന് വരും. അപ്പൊ x dx എന്നുള്ളത് du/2 എന്ന് വരും. അപ്പൊ x dx ന് du/-2 കൊടുത്തു. അതുപോലെ തന്നെ 1 - x² ഒരു u കൊടുത്തു. u raised to 3/2. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്ന ആൻസർ? 1/-6 എന്ന് വരും. 3 into -2 1/6 എന്ന് വരും. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ u raised to 5/2/5/2. ലോവർ ലിമിറ്റ് എത്രയാണ്? ലോവർ ലിമിറ്റ് ലിമിറ്റുകൾ കണ്ടുപിടിക്കണം ഇവിടെ. ദിസ് ഈസ് ഈക്വൽ ടു ഈ 2 മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് 2/-6
-6 × 5 -30 വരും. ഇനി ഈ പുതിയ ലിമിറ്റ് 1 - x-നും 0 വരുമ്പോ u ന് എത്ര വരും? u = 1 വരും. x-ന് 1 വരുമ്പോ u ന് എത്ര വരും? u = 0. അപ്പൊ പുതിയ ലിമിറ്റ് x 0 വരുമ്പോ 1 ലോവർ ലിമിറ്റ് 1 വരും, അപ്പർ ലിമിറ്റ് 0 വരും. ഇനി നമ്മൾ ലിമിറ്റ് കൊടുക്കാം. ആദ്യം ഇത് നമുക്ക് ഇവിടെ വഴി മൈനസ് നമുക്ക് കളയാൻ വേണ്ടിയിട്ട് മൈനസ് കളഞ്ഞു കഴിയുമ്പോൾ നമുക്ക് 2/30 into u⁵2 ഇവിടെ 0 to 1 എന്നുള്ളത് 1 to 0 0 to 1. ബൈ ദ പ്രോപ്പർട്ടി ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ അനുസരിച്ച് ഈ മൈനസിനെ ഇവിടുന്ന് കളയാൻ വേണ്ടിയിട്ട് ഈ ലോവർ ലിമിറ്റ് നമുക്ക് കിട്ടിയത് 1 ആണ്, അപ്പർ ലിമിറ്റ് കിട്ടിയത് 0 ആണ്. അപ്പൊ നമ്മൾ നേരെ തിരിച്ചു കഴിയുമ്പോൾ മൈനസ് അവിടുന്ന് എലിമിനേറ്റ് ആവും. അപ്പൊ അതൊരു പ്രോപ്പർട്ടി ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. 1/-6 × u⁵2/5/2 എന്നുള്ളത് ലോവർ ലിമിറ്റ്, പുതിയ ലോവർ ലിമിറ്റ് നമുക്ക് 1 അപ്പർ ലിമിറ്റ് 0 ആണ് കിട്ടിയത്. അത് നമ്മൾ തിരിച്ചു വയ്ക്കുമ്പോൾ ഈ മൈനസ് അങ്ങോട്ട് പോകും. അപ്പൊ 2/30 u⁵5/2 0 to 1. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു 2/30 into u ന് 1 കൊടുക്കും, 1⁵5 1 വരും. അപ്പൊ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 1/15. 1/15. അപ്പൊ നമുക്ക് ഡബിൾ ഇന്റഗ്രൽ, അപ്പൊ നമുക്ക് കിട്ടുന്ന മൂന്നാമത്തെ ആൻസർ, അതായത് ഡബിൾ ഇന്റഗ്രൽ r y into delta xy dA എത്രയാണ് കിട്ടുന്നത്? 1/15 തന്നെ കിട്ടും. Therefore നമുക്ക് സെന്റർ ഓഫ് ഗ്രാവിറ്റി എഴുതാം. Therefore നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റർ ഓഫ് ഗ്രാവിറ്റി കാണാനായിട്ട് x bar y bar ആണ്. x bar y bar is equal to ഈ ഒരു വാല്യൂ എത്രയാണ് കിട്ടിയത്? 1/15 divided by m എത്ര കിട്ടിയാണ്? 1/8. അതുപോലെ അടുത്ത എത്രയാണ്? 1/15 ആണ് കിട്ടിയിരിക്കുന്നത്. 1/15 divided by 1/8. 8 മുകളിലോട്ട് പോകും. 8/15 8/15. അപ്പൊ സെന്റർ ഓഫ് ഗ്രാവിറ്റി x bar y bar നമുക്ക് കിട്ടിയ എത്രയാണ്? 8/15 8/15. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം നമുക്ക് കംപ്ലീറ്റ് ആക്കേണ്ടത്. ഈ പ്രോബ്ലം ഡിസംബർ 2020 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് QUESTION ചോദിച്ചതാണ്. അപ്പൊ ഇവിടെ മാസം കണ്ടുപിടിക്കണം, സെന്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കണം. മാസം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഡബിൾ ഇന്റഗ്രൽ ഡെൽറ്റ xy dA. ഡെൽറ്റ xy എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. ഡെൻസിറ്റി ഫംഗ്ഷൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ഡബിൾ ഇന്റഗ്രൽ r ഡെൽറ്റ xy dA. അപ്പൊ ആ ഡെൽറ്റ xy സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ dA എന്നുള്ളത് dy dx എന്ന് എടുക്കാം, dx dy എന്ന് എടുക്കാം. ഞാൻ ഇവിടെ dy dx എടുത്തു. അപ്പൊ നാം തന്നിരിക്കുന്ന കൺസെപ്റ്റ് ഉപയോഗിച്ച് സർക്കിൾ വരച്ചു. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഫസ്റ്റ് ക്വാഡ്രന്റ് ബേസ് ചെയ്ത് നമ്മൾ റീജിയൻ വരച്ചു. ആ റീജിയനിലെ സ്ട്രിപ്പ് പാരലൽ ടു y ആക്സിസ് വരച്ചു. dy എടുത്തതുകൊണ്ട് വൈഡ് ലോവർ ലിമിറ്റ് കിട്ടി, അപ്പർ ലിമിറ്റ് കിട്ടി. ആ ലിമിറ്റ് തന്നെ അടുത്ത കേസിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ മാസ് കണ്ടുപിടിച്ചപ്പോൾ മാസിന്റെ വാല്യൂ 1/8 കിട്ടി. ഇനി അടുത്ത സെന്റർ ഓഫ് ഗ്രാവിറ്റി കിട്ടണം. സെന്റർ ഓഫ് ഗ്രാവിറ്റി കിട്ടാനുള്ള ഫോർമുല എന്താണ്? x bar y bar is equal to ഡബിൾ ഇന്റഗ്രൽ r x ഡെൽറ്റ xy dA by m. അതാണ് x bar. അതുപോലെ ഡബിൾ ഇന്റഗ്രൽ r y ഡെൽറ്റ xy dA by m. അതാണ് y bar. അപ്പൊ ഈ x bar y bar നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഈ ഡെൽറ്റ xy എന്ന ഡെൻസിറ്റി ഫംഗ്ഷൻ x കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത അതേ ലിമിറ്റുകൾ തന്നെ അപ്ലൈ ചെയ്യുക. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഒരു x ഇവിടെ കൂടുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1/15 ആണ്. ഇതുപോലെ തന്നെ രണ്ടാമത്തെ കേസിൽ നമ്മൾ ഈ ഡെൻസിറ്റി ഫംഗ്ഷനെ y കൊണ്ട് ഗുണിക്കുക, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. പഴയ ലിമിറ്റ് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുക. അങ്ങനെ അപ്ലൈ ചെയ്ത് വരുമ്പോൾ അതിന്റെ ആൻസർ 1/15 കിട്ടും. അപ്പൊ രണ്ട് ആൻസർ നമുക്ക് 1/15 1/15 കിട്ടും. Therefore നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്താണ്? x bar y bar is 1/15/1/8 1/15/1/8. അപ്പൊ 8/15 8/15. അപ്പൊ മാസ് നമുക്ക് 1/8 കിട്ടി. സെന്റർ ഓഫ് ഗ്രാവിറ്റി നമുക്ക് 8/15 കിട്ടി. ഇത് ഡിസംബർ 2020 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് QUESTION ചോദിച്ചതാണ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ഓക്കെ.